നമസ്കാരം. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ ശ്രമത്തിന് കേസെടുത്തേക്കാണ് പോലീസ്. ഓൾറെഡി വലിയൊരു കേസ് തലയ്ക്ക് മീതെ നിൽക്കുമ്പോഴാണ് ഈ പുള്ളി ഈ ഒരു മണ്ടത്തരം കാണിച്ചത്. ഒരല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ടെന്നെങ്കിലും വിളിക്കാമായിരുന്നു. പക്ഷേ കണ്ണടച്ച് പറയാൻ സാധിക്കും, വിവരദോഷിയാണെന്ന് പറയാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. ഇപ്പൊ പുള്ളിയുടെ മുകളിൽ ഒരു കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേ ജിമ്മ് ലീസിലെടുത്ത യുവതിയാണ് ജിൻഡോയ്ക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്നത്. ആ യുവതിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ശക്തമായ വകുപ്പുകളൊക്കെ ഇട്ടാണ് കേസ് കൊടുത്തേക്കുന്നത്. ആ കേസിൽ അറസ്റ്റിലായി ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഈ പരിപാടി കാണിക്കുന്നത്. അതും രാത്രിയിൽ ഒളിച്ചും പാത്തും ഒക്കെ ചെന്നിട്ട് ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കുറച്ചും കൂടി വകുപ്പുകൾ ആഡാവുകയല്ലേ ചെയ്യുന്നത്. ഇനി ആ ഒരു കേസിൽ അയാൾ നിരപരാധിയാണ് എങ്കിലും ഇതിപ്പോ തെളിവ് നശിപ്പിക്കാൻ വന്നു എന്ന രീതിയിലല്ലേ കോടതി വിലയിരുത്തത്തുള്ളൂ. അപ്പൊ ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിലെ മോഷണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ നാണക്കേട് തോന്നുന്നു. സ്വന്തം സ്ഥാപനത്തിൽ ഒരു കള്ളനെ പോലെ പതുങ്ങി ചെല്ലുക വളരെ മോശമായിപ്പോയി. ഇദ്ദേഹത്തിന് നല്ല വക്കീലന്മാരൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഉടനെ തന്നെ വേറൊരു കേസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കെതിരെ വരുന്ന ഒരു വലിയ ആയുധമാണ്. കോടതിക്ക് മുമ്പിൽ വലിയൊരു തെളിവാണ് ഇപ്പൊ ജിൻഡോ തന്നെ കൊടുത്തേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മണ്ടത്തരമാണ് കാണിച്ചത് എന്നുള്ളത്. ഇയാളുടെ സ്വന്തം സ്ഥാപനമാണ്. പക്ഷെ സ്വന്തം സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത് ലീസിന് കൊടുത്തേക്കാണ്. അപ്പൊ ലീസിന് കൊടുക്കുമ്പോൾ ആ ലീസിനെടുത്ത ആളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ രാത്രിയിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒന്നും കയറാൻ പറ്റത്തില്ല. ഇയാൾക്ക് അറിയാവുന്നതല്ലേ ഇതിനകത്ത് CCTV ഉണ്ടെന്ന്. പിന്നെ 10,000 രൂപ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ 10,000 രൂപ എടുക്കേണ്ട ആവശ്യമൊന്നും ജിൻഡോയ്ക്ക് ഇല്ലല്ലോ. ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാനാണ് പോയതെന്നാണ് ജിൻഡോ തന്നെ പറയുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ കള്ളനെ പോലെ സ്വന്തം സ്ഥാപനത്തിൽ ഒളിച്ചും പാത്തും പോകാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ആയിട്ട് പകൽ വെളിച്ചത്തിൽ പോകാമല്ലോ. അതല്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ അടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും കേസ് കൊടുക്കുക, അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിയമപരമായിട്ട് പോയിട്ട് കാര്യങ്ങൾ എടുക്കാം. ഇതിപ്പോ ഒരുമാതിരി കള്ളനെ പോലെ ചെല്ലുമ്പോൾ തെളിവ് നശിപ്പിക്കാൻ ചെന്നതാണ് എന്ന രീതിയിൽ എതിർ കക്ഷിയുടെ ആള് വാദിച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ കാര്യം പോക്കാണ്. ഒന്നാമത് ഇപ്പൊ ജയിലിൽ കിടന്നിട്ട് വന്നതാണ്, ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, വേറൊരു തെറ്റും ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി കൊടുത്തിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ തന്നെ തെറ്റ് ചെയ്തേക്കുന്നു. ജിൻഡോയ്ക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട്. വെണ്ണലയിലെ പ്രവർത്തിക്കുന്ന വെണ്ണലയിലെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിം എന്നാണ് പേര്. ഇത് പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ഈ ജിമ്മിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ജിൻഡോ അവിടേക്ക് പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെയാണ് എത്തുന്നത്. അതിനുശേഷം ഈ ജിമ്മിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചാണ് ഉള്ളിൽ പ്രവേശിച്ചത് എന്നുള്ള കൂടിയാണ് ഈ പരാതിക്കാരി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിനുശേഷം അകത്ത് കയറുകയും പിന്നീട് വിലപ്പെട്ട രേഖകളും ഒപ്പം 10,000 രൂപ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിലുള്ളത്. ഇതിന് പുറമെ തന്നെ CCTV ദൃശ്യങ്ങൾ, അതായത് CCTVകൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും പരാതിയിലുണ്ട്. ഈ CCTV അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകുന്നത്. അതിലാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ, ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ യുവതിയുടെ ഭാഗത്ത് നിന്ന് പരാതി കൂടി ജിൻഡോയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ ജിൻഡോ അതിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നുള്ള പരാതി വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം ഇതുപോലുള്ളവരെയൊക്കെ തന്നെ ഒരു ഷോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വിജയിയാക്കിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത് ജിൻഡോ അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്, പാവമാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലായി മൊത്തം കള്ളത്തരമാണ്.
പുള്ളിക്ക് ഒരു അല്പം പോലും വിവരമില്ല, ഒരല്പം പോലും ബോധവും ഇല്ല, ബുദ്ധിയും ഇല്ല. ഇങ്ങനെ അങ്ങ് വിഡ്ഢിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര കേസിനാണെന്ന് അറിയാമോ ജിൻഡോയെ അകത്താക്കിയിരിക്കുന്നത്? എത്ര കേസിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്ന് അറിയാമോ? ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മെഗാ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് പോയേക്കുന്നത്. ഇതുവരെയും ബിഗ് ബോസിൽ പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഈ പരിപാടി കാണിച്ചിട്ടില്ല. പിന്നെ അഖിൽമാരാർക്ക് കുറെ കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പുള്ളി ബുദ്ധിപരമായ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഉണ്ടായത്. പക്ഷെ ഇതുപോലെ വിഡ്ഢിത്തരം കാണിച്ചിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഇല്ല. ഇത്തരം ഒരു വ്യക്തിയെ വിജയിപ്പിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറയാമല്ലോ, ഒരുപാട് PR ടീമിന്റെ കള്ളക്കളി കാരണമാണ് ഇയാൾ ജയിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ജയിക്കത്തില്ലായിരുന്നു. ഇയാളൊരു നല്ല മത്സരാർത്ഥി ആയിരുന്നു, പക്ഷേ വലിയ ഗുണമൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ജിൻഡോ തന്നെ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം സ്ഥാപനത്തിൽ കള്ളനെ പോലെ ചെന്നിട്ട് മോട്ടിച്ചിട്ട് ഇപ്പൊ വന്ന് പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട്. ആ പ്രതികരണവും കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്വന്തം ജിമ്മ ഞാൻ ലീസിനോട് തന്നെയാണ് 40% അവർക്കും 60% എനിക്കും രേഖയായിട്ട് എഴുതി കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കയറുന്നത് ഞാൻ മുതലാളിയാണ്, എന്റെ ഓണറാണ്. ഞാൻ കയറുന്നത് കളറാണോ ഇനി? ഇങ്ങനെ വന്ന് കയറേണ്ട ആവശ്യം എങ്ങനെ വന്നു? ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിച്ചും പാത്തും ഒക്കെ എവിടെ രഹസ്യമായിട്ട് വന്ന് കയറുന്നത്? അവർ ഷർട്ട് പകുതി താത്തിട്ടാണ്. ഞാൻ എന്റെ മാന്യമായിട്ട് തുറന്നു കയറി കുറച്ച് എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റ് അടിക്കേണ്ടത് എടുത്തു, ഞാൻ പോകുന്നു. ഞാൻ രഹസ്യമായിട്ട് കയറിയാണ് എവിടെയാ? എന്താണ് തർക്കമുള്ളത്? ഈ ലീസിന് കൊടുത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടോ? അവരല്ലേ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് അല്ലേ? ലീസിന് കൊടുത്ത ആളുകളുടെ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല എന്റെ പേരിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. ഇത് ഫുള്ള് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ തുമ്പിക്കുക ആൾക്കാർ ഇവിടെ ഉള്ളവര്. അല്ലെ മനസ്സിലായി. എന്ത് പറ്റി? അപ്പോൾ താങ്കൾക്കും കൂടി ഷെയർ ഉണ്ടല്ലേ? ലീസിന് മുഴുവനായിട്ടും അവർ നടത്തിപ്പുകാരി എന്ന് മാത്രമാണേ ഉള്ളൂ? അവർ നടത്തിപ്പുകാരി മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്കാണ് അതിന് നടത്തിപ്പുകാരന് അവകാശം കൊടുക്കുന്നത്. അതിനകത്ത് മറ്റേ അതിന് കൂടെ വന്നേക്കുന്നത് ഭർത്താവാണ്. ആ ഭർത്താവാണ് MD കേസിന് 3 മാസം അകത്തിടുന്നതാണ്. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു, മര്യാദയ്ക്ക് ജിമ്മി കയറിലെ, ജിമ്മിന്ന് പുറത്തു വന്നാൽ ജിമ്മിൽ എപ്പോഴും കയറിയെടുക്കും. അവിടെ ഓരോ ബിസിനസ് കാര്യങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും പോയി ഇൻഫോം ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ എക്സൈസ് ഓഫീസറെ വിളിച്ച് ഇൻഫോം ചെയ്തു. ഞാൻ അപ്പോൾ ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് നോക്കുമായിരുന്നു? അവരുടെ താക്കോൽ ഉണ്ടാവുമല്ലോ. അവരുടെ താക്കോൽ ഞാൻ കൊടുത്തതാ. ഇത് എന്റെ ജിമ്മിന്റെ എന്റെ ഉണ്ടാവില്ലേ സുഹൃത്തെ? മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് എന്റെയാണ്. ജിമ്മ് ഞാൻ അവർക്ക് കൊടുത്തതാണ്. അവിടെ വന്ന ആൾക്കാരുടെ എല്ലാവരും അവർ പറയുന്നത് എന്താ, ഇത് അവരുടെ ജിമ്മാണ് എന്ന് പറഞ്ഞിരുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തർക്കം വന്നത് ജിൻഡോ? അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു തർക്കത്തിന് കാരണം എന്താ? അങ്ങനെ വരാൻ കാരണം ഇവർക്ക് ആദ്യം തന്നെ ഇവർക്ക് ജിമ്മ് ലീസിനോടൊക്കെയാണ്. മറ്റുള്ള ആൾക്കാർ സാധാരണ എനിക്ക് 10 ലക്ഷം രൂപ തന്നിട്ടാണ് ഇത് ലീസ് എടുക്കണേ. ഇതാ കൊച്ചു സ്പോർട്സ് ഏരിയ എന്ന് പറഞ്ഞു. എന്തൊക്കെയോ ബബ്ബ പറയുന്നുണ്ട്. ഞാൻ ഓണറാണ്, പിന്നെ ഞാൻ എങ്ങനെയാണ് കള്ളനാകുന്നതെന്ന്. നമ്മൾ ഓണർ ആയിരിക്കും, പക്ഷേ ലീസിന് കൊടുത്തേക്കുമല്ലേ. അപ്പോൾ ആ ലീസിനെടുത്ത ആളുടെ അറിവും സമ്മതത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പകൽ വെളിച്ചത്തിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് ചെയ്യാമല്ലോ. എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് എടുക്കാനാണെന്നൊക്കെ പറയുന്നു, അയാളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാനാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി സർട്ടിഫിക്കറ്റ് എടുക്കാം. കാരണം ഇപ്പൊ ഇങ്ങനൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വിഷയമില്ല. കാരണം ഇപ്പൊ വലിയൊരു കേസാണ്. ആ ലീസിനെടുത്ത യുവതി കൊണ്ടുപോയി വലിയൊരു കേസ് കൊടുക്കുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പ്രകാരം ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി ഡോക്യുമെന്റ്സ് എടുക്കാം. ജിൻഡോയുടെ സർട്ടിഫിക്കറ്റ്സ് മാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് നിയമപരമായിട്ട് പോകാം, പോലീസിനെ സമീപിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓണറിനെ സമീപിക്കാം. ഇതൊന്നും ചെയ്യാതെ ഒളിച്ചും പാത്തും പോയിട്ട് ഇങ്ങനെ വിഡ്ഢിത്തരം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ പണി ഇരട്ടിയായി എന്നുള്ളതാണ് സത്യം.